ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപഴവും തേങ്ങയൊക്കെ വെച്ചിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ, അത്രയ്ക്കൊരു ടേസ്റ്റാണ്. അപ്പോൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറുപഴവും തേങ്ങയും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തേക്ക് ഇതുപോലെ ഒന്ന് സേവ് ചെയ്യാം. ഇതാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പിന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വെറും ഗോതമ്പ് പൊടിയാണെങ്കിൽ വെറും ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി. വെറും മൈദപ്പൊടി ആണെങ്കിൽ വെറും മൈദപ്പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി മൈദപ്പൊടി അമൃതപ്പൊടി ആണെങ്കിലും അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ മാവ് ഇരിക്കുന്നത്. കുറച്ചും പാടെ ഞാൻ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിതുപോലെയുള്ള ഒരു കുയ്യപ്പച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 സ്പൂൺ ഇതുപോലെ ഒഴിച്ചെടുക്കാം. ഫുള്ളായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മൂടി വെച്ച് ഞാൻ മൂടി ഒന്ന് തുറന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് നോക്കട്ടോ, എങ്ങനെ വെന്ത് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന്. ഫുള്ളായിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഇത് മറിച്ചിട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ശരിക്കൊന്ന് വെന്ത് വരുള്ളൂ. ഇതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നോക്കണം, എല്ലാ സൈഡും ഒരുപോലെ ആയിട്ടില്ലേ എന്നുള്ളത് ഒന്ന് കുത്തി നോക്കിയാൽ മതി ഓരോന്നും. എല്ലാതും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഞാൻ ഇതുപോലെ തട്ടി കൊടുക്കാറാണ് കേട്ടോ ചെയ്യാറ്, ഓരോന്നും ഇങ്ങനെ എടുത്തിടുന്നതിനെക്കാട്ടിലും. ഇപ്പം നമ്മളെ അടിപൊളി കുയ്യപ്പം എന്ന് പറയാം, അതുപോലെയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഇതുപോലെ ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഇത് അതുപോലെ ഞാൻ തട്ടി കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരട്ടെ, നല്ലൊരു സോഫ്റ്റാണ് കേട്ടോ അത്. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മളെ അടിപൊളി കുയ്യപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ചെറുപഴമൊക്കെ നല്ലോണം പഴുത്തതൊക്കെ കളയുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്.